ഇങ്ങനെ ഇത് പൊതിഞ്ഞ് വെച്ച് അധികം കട്ടി തോന്നാത്ത പോലെ പാക്ക് ചെയ്ത് ഇങ്ങനെ ഇതിനകത്ത് വെച്ച് ഇങ്ങനെ ഒതുക്കി വെച്ച് കഴിയുമ്പം അത് അത്ര വലിയ കട്ടിയൊന്നുമില്ല. ഇതിനകത്ത് വെച്ച് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കണം. ഇനി കെട്ടിക്കൊടുക്കുമ്പോൾ ഇതിന് പലതരം സ്നാപ്പ് ബട്ടൺസ് ഉണ്ട്. സ്നാപ്പ് ബട്ടൺ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ട്. പുതിയ വേർഷൻസിൽ സ്നാപ്പ് ബട്ടൺ ഇല്ലാതെയൊക്കെ വരുന്നുണ്ട്. ഇത് പ്രായം അനുസരിച്ച്, കുഞ്ഞിൻ്റെ മാസം അനുസരിച്ച് വലുതും ചെറുതും ആക്കുന്നതിനാണ് ഈ സ്നാപ്പ് ബട്ടണൊക്കെ ഉള്ളത്. ഇപ്പോൾ അങ്ങനെ ഇല്ലാത്തതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളതാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഫിറ്റ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ലൂസായിട്ട് ഇടിക്കരുത്. അയ്യോ കുഞ്ഞിന് ടൈറ്റായിട്ടിരിക്കുന്നു, പ്രശ്നമാകും, ഇറുകി പിടിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് ലൂസാക്കി വിട്ടാൽ ഇത് സൈഡിൽ നമ്മൾ ഈ ഭാഗമില്ലേ ഇടുക്ക് വരുന്നത്, അവിടെ ലൂസായി പോയി കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചതിനിടെ കൂടെ പോകത്തില്ലേ. പിന്നെ ക്ലോത്ത് ഡയപ്പറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ലീക്കായി എന്ന്. അത് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് എങ്ങനെ ഉപയോഗിക്കുന്നത്, അത് ലൂസാക്കി വെക്കും നമ്മൾ. ടൈറ്റായിട്ട് പറഞ്ഞാൽ അത് അത്യാവശ്യം ഫിറ്റായിട്ടല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ഫിറ്റായിട്ട് വേണം ക്ലോത്ത് ഡയപ്പർ ഇരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഉപയോഗിക്കുന്ന രീതി സംശയങ്ങളുണ്ടെങ്കിൽ ഈ ബ്രാൻഡിനെ തന്നെ അപ്രോച്ച് ചെയ്ത്, പലർക്കും വളരെ സക്സസ്ഫുള്ളായി പോകുന്ന ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും ഒക്കെ ഉണ്ട്. വാട്സാപ്പ് വഴിയുള്ള കോൺടാക്ട്സ്, ഈ ഹെൽപ്പ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സംശയങ്ങൾ തീർത്ത് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ അവർ കറക്ഷൻസ് പറയും. അങ്ങനെയൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് അവർ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ സക്സസ്ഫുള്ളാണ്.